അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഇടയിലുള്ള ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. മോഷണം പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. പക്ഷേ ഇത് സർവ്വസാധാരണമായിട്ട് പുറമെ തോന്നുമെങ്കിലും നമ്മുടെ ഒരു എത്ര ചെറിയ വസ്തുവാണെങ്കിലും അത് നമ്മുടെ പ്രിയപ്പെട്ടതാണെങ്കിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കതിന് നല്ലൊരു വേദന തന്നെയായിരിക്കും, നമുക്ക് നല്ല വിഷമം തന്നെയായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് സ്വർണ്ണങ്ങൾ നഷ്ടപ്പെടുക, അതുപോലെ തന്നെ ഒരുപാട് പൈസ നഷ്ടപ്പെടുക. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് പൈസ നഷ്ടപ്പെടുക അല്ലെങ്കിൽ കുറേ സ്വർണ്ണം നഷ്ടപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നല്ല പൈസയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ എന്ന് വെക്കും, അവർക്കതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ പാവപ്പെട്ട നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു 500 രൂപ നഷ്ടപ്പെട്ടാലാണെങ്കിലും അത് 500 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാണെന്നല്ല ഞാൻ പറയുന്നത്. എത്ര രൂപ നഷ്ടപ്പെട്ടാലും നല്ല ഒരു സങ്കടം തന്നെ നമുക്ക് അതിനുണ്ടാവും അല്ലേ. അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു മഹത്തമായിട്ടുള്ള ഒരു പള്ളി സ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അതിൽ ആ പള്ളിയുടെ പേരിൽ സംഭാവന ചെയ്തിട്ട് മഹത്വങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പുണ്യം നേടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കഥ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് കഥകളെന്ന് പറയുന്നത് കളവ് പോയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിച്ച കഥകളാണ്. അതായത് ആ പള്ളിയുടെ പേരിലൊക്കെ സംഭാവനകൾ ചെയ്തിട്ട് സ്വർണ്ണ പാദസാരം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള യതീം മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം സംഭാവന ചെയ്തിട്ട് എന്തൊക്കെയോ പാസ്പോർട്ട് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ തിരിച്ചു പിടിക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ പാസ്പോർട്ട് ലൈസൻസ് ഇതൊക്കെ പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ള ഓരോരോ ഒരു പേപ്പർ കഷ്ണമാണെങ്കിൽ കൂടി ഒരുപാട് മൂല്യമുള്ള ഒരു സംഭവങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ വിസ ഇതൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരുപാട് കഥകൾ അതിലുണ്ട്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചോളം അതൊന്നും പോസിബിൾ ആയിക്കൊള്ളുന്നില്ല, അതായത് അതൊന്നും നടന്നോളണമെന്നില്ല. ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കല്യാണക്കാര്യത്തിന് സ്വർണം വാങ്ങാനോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹോസ്പിറ്റൽ കേസിന് ആരെങ്കിലും കടം തന്ന കാശായിരിക്കും. അതൊക്കെ നമ്മളൊന്ന് എടുത്ത് വെക്കുമ്പോഴേക്കും അത് പോക്കറ്റ് അടിച്ച് പോവുക, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കളഞ്ഞു പോവുക സ്വർണം കളഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അല്ലാഹു തആല നമുക്കിടയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരവും തന്നിട്ടാണ് അല്ലാഹു തആല നമ്മളെ ഈ ഭൂമി മഹാലോകത്തേക്ക് നമ്മളെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. നമ്മളിങ്ങനെ ഈ ഒരു ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു കളവ് പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. നമുക്ക് തന്നെ അതിൽ വേണ്ട ആളുകൾ, ഇതിപ്പോൾ ആവശ്യമുള്ള വിശ്വാസമുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയുണ്ട്. ഇന്ന് ചില ആളുകളുണ്ട് അതൊക്കെ എന്ത് ചെയ്യും, ഒന്നാമത്തെ കൂട്ടരാണ് ഈ കൂട്ടർ. എന്തായാലും എനിക്ക് അത് അല്ലാഹു തആലയിലുള്ള പരിഹാര മാർഗ്ഗങ്ങളിൽ മുത്തനബി തങ്ങൾ പഠിപ്പിച്ച പരിഹാര മാർഗ്ഗങ്ങൾ, അള്ളാഹുവിനോടുള്ള ദുആകളിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളിലൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ ഏകാന്തതയോടെ തിരിച്ചു പിടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ കേട്ടോ. ഇപ്പം നമുക്ക് ഈ മോഷണം പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടുക, ഇതല്ലാതെ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ അല്ലാഹു തആലയിലൂടെ എല്ലാ കാര്യങ്ങൾക്കും, രോഗമായിക്കോട്ടെ എന്തിനോടുള്ള വിശ്വാസത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. കഥ മീൻസ് ഇപ്പോൾ എൻ്റെ അനിയന് നല്ല പനി വന്നു കേട്ടോ. നല്ല പനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പനിയും ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായി കാണും. 4-5 മാസം മുമ്പാണ് സംഭവം. നല്ല പനി വന്നിട്ട് ചെക്കനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവനിപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുക, ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ്. കഴിഞ്ഞ പ്രാവശ്യം പനി വന്ന സമയത്ത് 2ാം ക്ലാസ്സിലായിരുന്നു. ആ ഒരു സമയത്ത് അവനെ അന്ന് രാവിലെയാണ് പനിയൊക്കെ ഉണ്ടായത്. എന്നിട്ട് ഉപ്പ വന്ന് മഗ്‌രിബായപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്തൊന്നും നല്ല പനി ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് അത്ര വലിയ പ്രശ്നത്തിലല്ലായിരുന്നു. എന്നിട്ട് ആ പനിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം പിന്നെ ഒരു 9 മണി 10 മണിയൊക്കെ ആയ സമയത്ത് വീണ്ടും അവന് പെട്ടെന്ന് പനിയിളക്കിയിട്ട് ആകെ അങ്ങോട്ട് വിറച്ച് ആകെ നിലം വിട്ട് കണ്ണൊക്കെ നിലയിലാകുന്ന ആ ഒരു അവസ്ഥയിൽ ഇവരെ എത്തി. എൻ്റെ ഉപ്പയാണെങ്കിൽ ആകെ പേടിച്ചിട്ട് അവനും കൊണ്ട് ഓടി. ഉപ്പ എന്തായാലും ഹോസ്പിറ്റലിൽ വന്ന് 2ാമത്തെ പ്രാവശ്യം അവൻ വിറക്കണ കണ്ടപ്പോൾ കൊണ്ടുവന്ന് നോക്കിയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഉപ്പ എന്തായാലും അവനെ കൊണ്ടുപോയി. അപ്പോൾ ഉമ്മാക്ക് എന്ത് ചെയ്തില്ല, ഒരു പേടിയും ഉണ്ടായില്ല. ഉമ്മ എന്ത് ചെയ്തു അറിയോ, എന്നോട് പറഞ്ഞതാണ്, കാറിലാണ് പോകുന്നത്, ഉപ്പാൻ്റെ കാറിൽ. ഉമ്മ മോനുവിന്, അതായത് എൻ്റെ അനിയന്
വേണ്ടിയിട്ട് ഒരുപാട് ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതി. ആ ഒരു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്ക് ഓന് നോർമലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പനി, ചൂട് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവനൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേങ്കിലും ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് പോയ അവസ്ഥയിലില്ലായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്ക്. ഒരുപാടൊന്നുമില്ല ഹോസ്പിറ്റലിലേക്ക് പോകാൻ, എന്നാലും കുറച്ചുണ്ട് താനും. സാധാ നോർമൽ അവസ്ഥയിലായിരുന്നു. പിന്നെ അവനെ വന്നതായി, പിന്നെ അവനൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ. അപ്പോൾ ഉമ്മ എന്ത് ചെയ്തില്ല, അപ്പോൾ പേടിച്ചില്ല. നമ്മൾ പേടിച്ചപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ സമയത്ത് പേടിച്ച് നിലവിളിക്കും, ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ നിലവിളിക്കും. ഇനി അതല്ലാതാണെങ്കിൽ ഇതിലിപ്പോൾ ഉമ്മ സ്വീകരിച്ച മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ഒതുക്കി തീർത്തു. അങ്ങനെയാണ് നമ്മളെല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മോഷണം പോയ കാര്യമായാലും ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പള്ളിക്ക് സംഭാവന ചെയ്യുക, ഇങ്ങനെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ പൈസ ഉള്ളവർക്ക് അതൊക്കെ ചെയ്യാം. പക്ഷേ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള പരിഹാര മാർഗ്ഗങ്ങൾ. അതായത് ഇപ്പോൾ പൈസ ഉള്ളവരിത് ചെയ്യേണ്ടെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തെ കൂട്ടിപ്പിടിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാതെ നഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കും. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് സാധാരണക്കാർക്ക് മാച്ച് ചെയ്ത് ഒന്നാമത്തതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരുപാട് പറഞ്ഞപ്പോൾ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ എന്തായാലും എന്താണ് നമുക്ക് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള ഒരു പരിഹാര മാർഗ്ഗം എന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്കറിയാമല്ലേ അല്ലാഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങളെക്കുറിച്ച്. ഒരുപാട് പുണ്യങ്ങളുള്ള ഇസ്മുകളാണ് അസ്മാഉൽ ഹുസ്നയിലുള്ളത്. അപ്പോൾ അതിലുള്ള 2 ഇസ്മുകൾ നമുക്ക് ചൊല്ലാനുണ്ട് ദുആയുടെ മുമ്പായിട്ട്. അപ്പോൾ ഇസ്മ ഇതാണ്, യാ ജാമിഉ യാ അല്ലാ, യാ ജാമിഉ യാ അല്ലാ. ഈ യാ ജാമിഉ യാ അല്ലാ എന്ന് പറയുന്ന ഇസ്മ നമ്മൾ 114 തവണയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏകാന്തതയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും വേണം ചൊല്ലാൻ. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ അണ്ടർലൈൻ ഇട്ട് വെച്ചോ. അതില്ലാതെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു നേട്ടം ഉണ്ടാകാൻ പോണില്ല. നമ്മൾ എന്തായാലും ഇതിന് ഫലമുണ്ടാകും, അല്ലാഹു തആല എന്നെ കൈവിടൂല എന്ന വിശ്വാസത്തോടെ വേണം ചെല്ലാനായിട്ട്. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, ഇത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഉളുവൊക്കെ എടുത്ത് നിൽക്കട്ടെ. ഉളുവൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫർദ് നിസ്കാരത്തിന് ശേഷം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഒരു നിയ്യത്തോട് കൂടെയൊക്കെ ചെല്ലാം. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ചെല്ലാം യാ ജാമിഉ യാ അല്ലാ എത്ര തവണ, 114 തവണ ചെല്ലാം. അതിനുശേഷം യാ ഹഫീളു യാ അല്ലാ, യാ ഹഫീളു യാ അല്ലാ എന്നുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ 119 തവണ ചൊല്ലാം. 119 തവണയാണ് ചെല്ലേണ്ടത് യാ ഹാഫിളു യാ അല്ലാ. അതിനുശേഷം നമുക്കൊരു ദുആ കൂടി ചെല്ലാനുണ്ട്. അപ്പോൾ ദുആ ഇതാണ്. അപ്പോൾ ഈ ഒരു ദുആ എന്ന് പറയുന്നത് വെറും ദുആ അല്ല, നമ്മുടെ ഖുർആനിലെ ഒരു ആയത്തോട് കൂടിയിട്ടുള്ള ഒരു മഹത്വമേറിയിട്ടുള്ള ഒരു ദുആയാണ് കേട്ടോ. അപ്പോൾ ദുആ ഞാൻ പറഞ്ഞുതരാം. ദുആ ഇതാണ്, അല്ലാഹുമ്മ യാ ജാമിഅൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് ഇജ്മഉ അലയ്യ ളോല്ലതി. ലോലത്തി എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നമ്മളെ കാണാതായ ആ വസ്തുവിനെ കുറിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ആ ഒരു വസ്തുവിൻ്റെ രൂപം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല ഈ ഒരു ദുആ നമ്മൾ എത്ര തവണ ചൊല്ലേണ്ടതെന്ന് അറിയുന്നത്. അപ്പോൾ ഈ ദുആ 111 തവണ, യാ ജാമിഉ യാ അല്ലാ എന്നുള്ളത് 114 തവണ, പിന്നെ യാ ഹഫീളു യാ അല്ലാ എന്നുള്ളത് 119 തവണ. ഇതൊക്കെ ചെയ്ത് ഇൻഷാ അല്ലാ നമ്മുടെ സ്വർണ്ണവും പണവും എന്താണോ നഷ്ടപ്പെട്ടത് എല്ലാം നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് ഇൻഷാ അല്ലാ. കിട്ടും ഞാൻ വെറുതെ പറയുന്നില്ല. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദുആയാണ്, അല്ലെങ്കിൽ ഇസ്മുകളും ദുആകളുമാണ് ഇതെന്ന് പറയുന്നത്. ഒരു അമലാണിത്. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടും. പിന്നെ ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണും. ഞാൻ എപ്പോഴും പറയുന്ന ലൈക്ക് ചെയ്ത് കാണാൻ എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിന് മനസ്സിലാകും ഇത് നല്ലൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ ഒരുപാട് പേരുടെ മുമ്പിലേക്ക് എത്തും. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു അമൽ അറിയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് ഒരു അമൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ഒരു കൂലി നിങ്ങൾക്ക് അല്ലാഹു തആല തരുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൂലി അല്ലാഹു തആല തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോ കാണുന്നവർക്കും, അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്നവർക്കും, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്കും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഒക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കുടുംബജീവിതവും അതുപോലെ തന്നെ നമ്മുടെ പരലോക ജീവിതവും ഇഹലോക ജീവിതവും ഒക്കെ അല്ലാഹു തആല റഹ്മത്തിലും ബർക്കത്തും ഖൈറാക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.